എല്ലാവർക്കും നമസ്കാരം. ഭരണി നക്ഷത്രക്കാരുടെ ഒരു എ ടു സെഡ്, അതായത് ആദ്യ അവസാനം വരെയുള്ള ഒരു സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വളരെ അപൂർവമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നക്ഷത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു എവരിത്തിങ് എൽസ്, അതായത് സമ്പൂർണ്ണമായിട്ടുള്ള ഫലം പറയാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 80 വർഷത്തിലധികമായി ഈ ജ്യോതിഷശാസ്ത്രത്തെയും അതിൻ്റെ ആ ഒരു സൂക്ഷ്മ പ്രവചനങ്ങളെയും കൈകാര്യം ചെയ്തു പോരുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള രീതി എന്തെന്നാൽ, ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഈ ജ്യോതിഷശാസ്ത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അതെന്തുകൊണ്ടെന്നാൽ ഈ ജ്യോതിഷശാസ്ത്രം അതിൻ്റെ ആ ഒരു സൂക്ഷ്മ രൂപത്തിൽ നേരിട്ട് പറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ഇന്നിപ്പോൾ ഇവിടെ ലൈഫ് ടൈം ജാതക വിശകലനത്തിൻ്റെ ഭാഗമായി നമ്മൾ എടുക്കുന്ന നക്ഷത്രം ഭരണി നക്ഷത്രം. ഇവിടെ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഫലങ്ങൾ വലിച്ചു വാരി പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ജാതക ഫലം ഈ പറഞ്ഞ പോലെ 15 മിനിറ്റ് അല്ല, ഏകദേശം ഒരു ദിവസം തന്നെ ഒരു നക്ഷത്രത്തിൻ്റെ ഫലം പറയാനുണ്ടാകും. പകരം നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ വ്യക്തമായി പറയാൻ പോകുന്നത്. അതുപ്രകാരം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണോ അതുമുതൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരങ്ങളുടെ, അല്ലെങ്കിൽ മക്കളുടെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ആയിക്കോട്ടെ, അവരുടെ എല്ലാം പ്രായം വെച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ ഫലപ്രവചനങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇതിനുവേണ്ടി ഇപ്പോൾ നമ്മളിവിടെ ഈ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്കറിയേണ്ട വ്യക്തിയുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സ് അത് എത്രയാണോ അത് നിങ്ങളൊന്നുകൂടെ നോട്ട് ചെയ്യുക. ആ ഏജ് തൊട്ട് അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. എന്തായാലും ഞാനിവിടെ പറയുന്നത് ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്കിവിടെ പറയാതെ പറ്റില്ല. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാം, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവചിക്കാൻ പോകുന്ന ജ്യോതിഷഫല പ്രവചനങ്ങളും കൃത്യമായിരിക്കും. ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലങ്ങളിലേക്ക് കടന്നു പോകാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് രണ്ടാമത്തെ നക്ഷത്രമായ അസുരഗുരുവായ ശുക്രൻ ഭരിക്കുന്ന, അല്ലെങ്കിൽ ശുക്രൻ നക്ഷത്രനാഥനായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. മാത്രവുമല്ല, ഈ വിശ്വാസമനുസരിച്ച് മരണദേവനായ യമധർമ്മ രാജാവാണ് ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ. അതുകൊണ്ട് തന്നെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളാനും ഏത് കഠിനമായ പ്രതിസന്ധികളെയും താങ്ങി നിർത്താനുമുള്ള ആ ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായി തന്നെ ഈ ഭരണി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. മേടക്കൂറിലാണ് ഈ നക്ഷത്രം വരുന്നത്. നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വയും നക്ഷത്രാധിപൻ ശുക്രനുമാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളുടെ തീവ്രതയും അത് നേടിയെടുക്കാനുള്ള പോരാട്ട വീര്യവും ഒരുപോലെ തന്നെ നിങ്ങളിലുണ്ടാകും. അതുമാത്രവുമല്ല, ഈ മറ്റുള്ളവരുടെ മുഖസ്തുതി ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ. ഉള്ളതുപോലെ തുറന്നു പറയുന്നവർ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങളെ വിശേഷിപ്പിക്കാം. എന്നാൽ കഠിനാധ്വാനം കൊണ്ട് ജീവിതത്തിൽ വെറും വട്ടപൂജ്യത്തിൽ നിന്ന് സ്വന്തം പ്രയത്നത്താൽ വലിയ വിജയങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ശേഷിയുള്ളവരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. ഈ പറഞ്ഞതെല്ലാം നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്നതാണ്. ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ശുക്രൻ്റെ മഹാദശയിലാണ് ഭരണി നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം പൊതുവെ ആഡംബരത്തോടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അമിത സ്നേഹത്തോടെയോ ആയിരിക്കും ആരംഭിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ആരോഗ്യപരമായി ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ഈ ഉദരസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കണ്ണ്, തൊണ്ട എന്നിവയെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ പോലുള്ള ചെറിയ അസുഖങ്ങൾ ഇവരുടെ ഈ പറഞ്ഞ പ്രായത്തിൽ വിട്ടുമാറാതെ പിടികൂടിയിട്ടുണ്ടായിരിക്കും. അതിന് നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ, ചെറുപ്പത്തിൽ അല്പം ശാഠ്യക്കാരായിരിക്കും. വിചാരിച്ച കാര്യം എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ നിങ്ങൾ ഭരണി നക്ഷത്രക്കാർ ഉറപ്പായിട്ട് ശ്രമിക്കും. പഠന കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾ അതീവ താല്പര്യമായിരിക്കും. കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ മുതലേ
ഒരു പ്രത്യേക കഴിവ് പ്രകടമായിരിക്കും. മാത്രവുമല്ല, മനസ്സിലെപ്പോഴും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് പകരം വലിയ വലിയ ആഗ്രഹങ്ങളോടായിരിക്കും നിങ്ങൾക്ക് ഈ 15 വയസ്സ് വരെയുള്ള നിങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു താല്പര്യമുണ്ടായിത്തീരുന്നത്. ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടങ്ങളിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്നൊന്ന് നോക്കാം. നിങ്ങൾക്ക് 15 വയസ്സിന് ശേഷം വരുന്ന സൂര്യദശയും തുടർന്ന് വരുന്ന ചന്ദ്രദശയും നിങ്ങൾ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ അച്ചടക്കവും ഉത്തരവാദിത്തങ്ങളും കൊണ്ടുവരുന്ന ആ ഒരു സമയമാണ്. പ്രത്യേകിച്ചും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലും കരിയറിലും വലിയ മത്സരങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഫാഷൻ, സിനിമ, മീഡിയ, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് എന്നിവയൊക്കെ ഈ പ്രായത്തിലാണ് നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ. എന്നാൽ 22 വയസ്സിന് ശേഷം സ്വന്തമായി സമ്പാദിക്കാനുള്ള കടുത്ത ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ സ്വയം ആരംഭിക്കും. ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ പ്രായത്തിൽ ആകർഷണ ശക്തി വളരെ കൂടുതലായതുകൊണ്ട് ഈ പ്രണയബന്ധങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൃത്യമായി കാണുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളിൽ സ്വന്തം പിടിവാശിയും സംശയപ്രകൃതിയും നിങ്ങൾക്ക് ഓൾറെഡി ഈ സമയത്ത് ഉണ്ടാകുന്നതുകൊണ്ട് ഈ പറഞ്ഞ ബന്ധങ്ങളിൽ വലിയ മാനസിക വിഷമങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചില അകൽച്ചകളോ കൂടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവിലാണ് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു കൃത്യമായ അടിത്തറ ലഭിച്ചു തുടങ്ങുന്നത്. എന്നാൽ 27 വയസ്സിന് ശേഷം നിങ്ങളുടെ വിവാഹപ്രായം കൃത്യമായി തെളിഞ്ഞു വരും. തുടർന്നങ്ങോട്ട് പങ്കാളിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ നിങ്ങൾ ചില വിട്ടുവീഴ്ചകൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്ക് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ സഞ്ചാരഗതി നോക്കുകയാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ സമയം സംജാതമാകുന്നത്. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 വയസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് 50 വയസ്സിലേക്ക് എത്തിച്ചേരുന്ന നിങ്ങൾ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് 30 വയസ്സുകളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യോദയം അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയൊരു സാമ്പത്തിക പുരോഗതി ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. സ്വന്തമായൊരു വീട്, ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ പുതിയൊരു വാഹനം എന്നിവ വാങ്ങാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഈ പ്രായത്തിലായിരിക്കും ഉദയം കൊള്ളുന്നത്. എന്നാൽ 42 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ചൊവ്വാദശയുടെയോ അല്ലെങ്കിൽ അനുബന്ധ ചില ന്യൂനഗ്രഹങ്ങളുടെയോ സ്വാധീനം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ, അതായത് അനാവശ്യമായി ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ബന്ധങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചില സാമ്പത്തിക പ്രയാസങ്ങൾ വരുത്തിവെക്കും. എന്നാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പങ്കാളിയുമായി ചെറിയ ചെറിയ രീതിയിലുള്ള ഈഗോ പ്രശ്നങ്ങളും കാരണം ചില അസ്വസ്ഥതകൾ ഈ സമയത്തുണ്ടായി ചേരുമെങ്കിലും കുടുംബ ബന്ധങ്ങൾ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ 45 വയസ്സിന് ശേഷം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ സ്റ്റെബിലിറ്റി കെട്ടിപ്പടുക്കാനായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. കുട്ടികളുടെ വളർച്ചയും അവരുടെ നേട്ടങ്ങളും കണ്ട് നിങ്ങളുടെ മനസ്സിന് അതിയായ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇത്രയുമാണ് 45 വയസ്സിന് ശേഷം 49കളുടെ ആ ഒരു അവസാന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇനി അടുത്തത് പക്വതയുടെ കാലം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലൂടെ കടക്കുകയാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കടക്കുകയാണെങ്കിൽ എന്ന് പറയാൻ കാരണം എല്ലാ ഭരണി നക്ഷത്രക്കാരും ഈ പറഞ്ഞ പോലെ 80 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രായത്തിലേക്ക് കടക്കുന്നവരുടെ ഫലങ്ങളാണ് ഇവിടെ ഈ പറയുന്നത്. അങ്ങനെ വേണം ഈ കംപ്ലീറ്റ് ഫലപ്രവചനങ്ങളെയും മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെ അപ്രകാരം നോക്കുമ്പോൾ ഇത് ഭരണി നക്ഷത്രക്കാർക്കുള്ള അധികാരത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും ഒരു കാലഘട്ടമാണ്. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശയുടെയോ അല്ലെങ്കിൽ ശനിദശയുടെയോ അനുകൂല സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിൽ
വലിയൊരു അംഗീകാരവും ലീഡർഷിപ്പ് പദവിയും ഉറപ്പായിട്ടും നിങ്ങളെ തേടിയെത്തും. ഒട്ടുമിക്ക ഭരണി നക്ഷത്രക്കാരും ഈ പ്രായത്തിൽ ഒന്നിനെയും ഭയപ്പെടാത്ത രീതിയിൽ സാമ്പത്തികമായി തികച്ചും ഭദ്രമായ ഒരു നിലയിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലേക്കാണ്. 58 വയസ്സിന് ശേഷം പ്രമേഹം, കിഡ്നി അല്ലെങ്കിൽ ഈ യൂറിനറി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ മധുരവും കൊഴുപ്പും നിയന്ത്രിക്കാനായി ഈ പ്രായത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ആ കുടുംബ സമാധാനം നിങ്ങളിലേക്ക് തന്നെ വീണ്ടും തിരികെ വന്നു ചേരുകയും ചെയ്യും. ഇനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ 70 മുതൽ 90 വയസ്സും അതിന് മുകളിലേക്കും ഈ കണക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പറയാൻ ഇവിടെ സാധിക്കുന്നത്. അതായത് 75, 80, 85, 90 വയസ്സുകളിലൂടെ ആ ഒരു ജീവിതത്തിൻ്റെ സായന്തനത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പൂർണ്ണമായി ഈശ്വരചിന്തയിലേക്കും ദാനധർമ്മങ്ങളിലേക്കും തിരിയുന്ന ആ ഒരു ആത്മീയ കാലഘട്ടമാണ് എന്ന് തന്നെ നമുക്കിവിടെ ഇതിൽ നിന്ന് നിങ്ങളുടെ ഈ ഫലങ്ങളിൽ നിന്നും ഉറപ്പിച്ചു പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും ദാനധർമ്മങ്ങൾ ചെയ്യാനും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ പോയി പങ്കെടുക്കാനും അല്ലെങ്കിൽ പങ്കാളിയാകാനും ഈ പ്രായത്തിൽ നിങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും അവസരങ്ങൾ വന്നു ചേരും. ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന അവസ്ഥയായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാവുക. മാത്രവുമല്ല, നിങ്ങൾ നേരിട്ട വെല്ലുവിളികളെയും നിങ്ങൾ തകർത്ത് കളഞ്ഞ നിങ്ങളുടെ ശത്രുക്കളെയും കുറിച്ച് അവരെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി ഓർത്ത് നിങ്ങൾക്ക് സ്വയം നിങ്ങളെപ്പറ്റി വലിയ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ അവസ്ഥയിൽ ഭരണി നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം പ്രതാപത്തോടെ ഒരു വാർദ്ധക്യകാലം നയിക്കാൻ ഭാഗ്യമുള്ളവരായി തീരും. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും ബഹുമാനവും പരിചരണവും ഈ സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൂട്ടിനുണ്ടാകും. ഇനിയിവിടെ നിങ്ങളുടെ ഈ 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഭരണി നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ കടുത്ത പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും നിങ്ങളുടെ മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിൽ തലയുയർത്തി അതും രാജകീയമായ സുഖസൗകര്യങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട, അതായത് പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജ്യോതിഷ ഫലപ്രവചനങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ച് ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിൽ ആ ഗ്രഹനില അനുസരിച്ച് ചെറിയ ചില മാറ്റങ്ങൾ ഇതിൽ വന്നേക്കാം. എങ്കിലും പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ശുക്രദോഷങ്ങൾ അകന്ന് ഐശ്വര്യം വരാനും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. ദേവിക്ക് പായസ വഴിപാട് നടത്തുന്നതും അതീവ ശ്രേഷ്ഠമായിരിക്കും. ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ്? ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.